കഴിഞ്ഞ അരനൂറ്റാണ്ടായിട്ട് ലോകത്തെ മുഴുവനും തീവ്രവാദത്തിലേക്ക് തള്ളിവിടുകയും അക്രമവും വിദ്വേഷവും അന്യമത വിദ്വേഷവും കത്തിച്ചു വിടുകയും അവരെക്കൊണ്ടാകുന്ന പോലെ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ച് തീവ്രവാദത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്ന ഒരു ഭരണകൂടം നമുക്ക് വ്യക്തികളോ ഒരു ചെറിയ വിഭാഗമോ ചെയ്യുന്നത് പോലെയല്ല വ്യക്തമായിട്ടും ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം ചെയ്യുക. എന്നാൽ അവർ ഇത്ര നാളും ചെയ്തിരുന്നത് ഒറ്റ വ്യക്തി കൊമേനി എന്നൊക്കെ പറഞ്ഞ ഇത് ചെയ്തിരുന്നത് വായ കൊണ്ടുള്ള ഒരു യുദ്ധം മാത്രമാണ്. മറിച്ച് ജൂതനോ അമേരിക്കയോ വന്ന് ചെയ്യുന്നത് തീ കൊണ്ടുള്ള കളിയാണ്. തീ കൊണ്ട് കളിച്ചാണ് ഇവൻ്റെ അടുത്ത് അത് അവർ പെട്ടെന്ന് പ്രകോപിതരായിട്ട് വന്ന് അടിക്കുന്നവരല്ല ഇസ്രായേലോ അമേരിക്കയോ. എന്നാൽ ഇത്ര നാളും അക്രമം സ്വരുകൂട്ടി ഒപ്പം ഇത് ചെയ്തിരുന്ന ഈ ഇറാൻ ഭരണകൂടം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരാഴ്ച എത്തിയിട്ടില്ലെങ്കിലും അതിനോടടുത്ത് നടക്കുന്ന ഈ യുദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അവരുടെ ഔദ്യോഗിക വാർത്താ ചാനൽ അതിനെ ഹാക്ക് ചെയ്തു ജൂതൻ. അവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത്ര നാളും കഴിഞ്ഞ 47 വർഷം പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ നേരെ വിപരീതമായത്. ജൂതൻ ഹാക്ക് ചെയ്ത് ജൂതനാണ് ഇപ്പോൾ ആ ചാനൽ നടത്തുന്നത്. അവിടെ ഒരു ബോംബിട്ട് ആ ഇത് ഹാക്ക് ചെയ്തിട്ട് ആ ചാനലിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ പണ്ടത്തെ ആ ഷാ ഭരണകൂടം ത്തിൻ്റെ ആ പ്രതിനിധിയൊക്കെ വന്നിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഇന്ന് ഇറാനിയൻ ജനത കാണുന്ന ഔദ്യോഗിക ചാനലിൽ വരുന്നത് അവർക്ക് തന്നെ എതിരായിട്ടുള്ള വാർത്താ സംവിധാനം. ഇവരിത്രം കൊട്ടിഘോഷിക്കുകയൊക്കെ ചെയ്തിട്ടും അലി ഖമേനിയുടെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തുള്ള ട്രാഫിക് സിഗ്നൽ ആ ക്യാമറ പോലും ജൂതൻ ഹാക്ക് ചെയ്തിട്ട് അലി ഖമേനി എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്ന് ഇത് ചെയ്തിട്ടാണ് അദ്ദേഹത്തിനെ വകവരുത്തി വധിച്ച് ഇല്ലാണ്ടാക്കിയത്. ഈ ഖമേനിനെ ഏതൊരു മനുഷ്യൻ മരിക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കേണ്ട. കാരണം ഇന്ന് ഖമേനിയാണെങ്കിൽ നാളെ നിങ്ങളുടെയും ദിവസം വരുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷെ ഖമേനി എന്ന വ്യക്തി അദ്ദേഹം കഴിഞ്ഞ 47 വർഷം വിദ്വേഷം, അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായ വിദ്വേഷം പരത്തിവിട്ട് ജൂതനോടും മറ്റ് മതസ്ഥരോടും മറ്റ് വിഭാഗങ്ങളോടും കാണിച്ചു കൂട്ടിയത്. എന്നാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തത് സുന്നികളോടാണ് കേട്ടോ. അദ്ദേഹം ചെയ്യാൻ നോക്കിയത് ജൂതനോടാണെങ്കിലും അതിനുള്ള ആയുധപ്പുരയിലുള്ള ആയുധങ്ങൾ അദ്ദേഹം ശേഖരിച്ചു. അല്ലാതെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ജൂതൻ അതിന് മുമ്പേ കണ്ട് ബോംബ് ചെയ്യുന്നവനാണ് ജൂതൻ. പല പ്രാവശ്യവും ഈ ഇറാനിയൻ ന്യൂക്ലിയർ ഫെസിലിറ്റി ബോംബ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ചാനൽ പോലും ഹാക്ക് ചെയ്തിട്ട് അവിടെ ജൂതൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് നമ്മൾ ഇത്ര നാളും വെല്ലുവിളികൾ നടത്തിയ ഖമേനി എവിടെ പോയി? വെല്ലുവിളികൾ നടത്തിയ IRGC എവിടെ പോയി? ഈ ഇറാനിയൻ ഭരണകൂടത്തിന് എന്തുണ്ടായിട്ടാണ് അത്ര വെല്ലുവിളിക്കുമ്പോൾ ഓർക്കണമായിരുന്നു, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. അമേരിക്കയോടേക്കാളും കൂടുതൽ ജൂതന്മാരോടാണ് വിദ്വേഷം. കാരണം വിദ്വേഷമാണ് ഇവരുടെ മതം. ആ മതം ഇത്ര നാളും പറഞ്ഞിട്ടും അവർക്ക് ചെയ്ത് കാണിക്കാനൊന്നും സാധിക്കുന്നില്ല. അവിടേക്കും ഇവിടേക്കും ഉണ്ടായിരുന്ന കുറച്ച് മിസൈലുകൾ, ബോംബുകൾ വിടുക. അത് ഏതാനും ദിവസങ്ങൾ, അടുത്ത 72 മണിക്കൂറിൽ ആ ബോംബുകളും ഈ മിസൈലുകളും ഇതൊന്നും ആ ശേഷിയില്ലാതാവും. അകത്തേക്ക് കടന്ന് കലക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടായിട്ട് ഇവർ വായ കൊണ്ട് ഇത്രയും പ്രഭാഷണം നടത്തിയതെന്ന് നമ്മൾ ഓർക്കണം. വെറും ശൂന്യത, വെറും അന്ധകാരം ആണ് ഈ മതം. ആ മതവും ആ മതത്തിൻ്റെ വിശ്വാസവും അതിൻ്റെ ഇന്ന് നേതൃത്വം കൊടുക്കുന്ന അതാണ് ഇത് തെളിയിക്കപ്പെടുന്നത്. പക്ഷേ നല്ലവരായ അറബ് നേതാക്കന്മാർ
ആ GCC രാജ്യങ്ങളുടെ തലപ്പത്തുള്ളവർ ഇത് ഉപേക്ഷിച്ചു, ഈ സാധനം ഉപേക്ഷിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കസേര മതി, ഞങ്ങൾക്ക് ഈ മതം ഇനി കൊണ്ട് നടക്കണ്ട. അവരാണ് ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്ന, ഇപ്പോൾ UK-യിലും ഒക്കെ നടക്കുന്ന മതതീവ്രവാദത്തിന്, ഇസ്ലാമിക മതതീവ്രവാദത്തിനെ എങ്ങനെ പോരാടണമെന്ന് യൂറോപ്യൻ നേതാക്കന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ ലോകം മാറിയിരിക്കുകയാണ്. ഇനി ഇറാൻ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു ഭീതി, ഇസ്ലാമിക തീവ്രവാദം എന്ന ഭീതി അവസാനിക്കാൻ പോകുന്നത് സുന്നികളെ ഒറ്റിക്കൊടുത്ത് അവസാനിപ്പിച്ചു ഷിയകൾ. ഇപ്പം ഷിയനെ അമേരിക്ക ഇസ്രായേലും കൂടി അവസാനിപ്പിക്കുന്നു. അതോടുകൂടി ലോകത്തിൽ നിന്നും വിദ്വേഷം, തീവ്രവാദം അവസാനിക്കുകയാണ്. ഇനി കൂടി വന്ന നമ്മുടെ വടക്കൻ കേരളത്തിൽ കുറച്ചും കൂടി ഉണ്ടാവും, കുറച്ച് നാളും കൂടി. അതും കൂടി അവസാനിച്ചാൽ BJP ഭരണത്തിൽ വന്നാൽ അതും അവസാനിക്കുന്ന, അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.